ഇന്ന് ഈ രാത്രിയിൽ ഒരല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. വേദപുസ്തകം പറയുന്നു, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവം തന്റെ ഭക്തനു വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്ത ഒരു ചരിത്രം പറയുമ്പോൾ ദൈവാത്മാവ് തന്റെ ജനത്തോട് സംസാരിക്കുന്ന വേദഭാഗമാണ് ഈ രാത്രിയിൽ നമ്മുടെ ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇതിൽ പറയുകയാണ്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇന്ന് രാത്രിയിൽ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദിലെ ചില വിഷയങ്ങളിൽ നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം ഈ രാത്രിയിൽ നിങ്ങളോടൊന്ന് സംസാരിക്കും. ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ചു നോക്കണ്ട. നിങ്ങൾ സ്ഥിരമായി നിന്ന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് നമ്മുടെ ശക്തിയല്ല, അത് നമ്മുടെ പണമല്ല, പിന്നെയോ നാം ആരുടെ ശബ്ദം കേൾക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. യഹൂദയുടെ രാജാവായ യെഹോശാഫാത്ത് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഇടത്താണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും അടങ്ങുന്ന വലിയൊരു സഖ്യകക്ഷികളായ സൈന്യം യെരൂശലേമിനെ ആക്രമിക്കാനായി കടന്നു വരികയാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ യെഹോശാഫാത്തിനും യഹൂദ ജനത്തിനും ഇതൊരു മരണവാർത്ത പോലെയാണ്. ഇവിടെ അമ്മോന്യരും മോവാബ്യരും മെയൂന്യരും യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വന്നപ്പോ യഹൂദ രാജാവായ യെഹോശാഫാത്ത് ഭയപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ശത്രുവിന്റെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ നമ്മളും ചിലപ്പോഴൊക്കെ ഭയന്നു പോകാറില്ലേ? നമുക്ക് നമ്മുടെ നേരെ വരുന്ന ആ ശത്രുവിന്റെ ആക്രമണങ്ങൾ വിവിധ നിലവാരത്തിലാണ്. അത് ചിലപ്പോൾ രോഗമായിട്ട് വരാം, അല്ലെങ്കിൽ കടക്കെണികളായിട്ട് വരാം, സാമ്പത്തിക തകർച്ചയായിട്ട്, അസമാധാനമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടമായിട്ടൊക്കെ ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ യെഹോശാഫാത്തിനെ പോലെ നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ഭയന്നു പോകാറുണ്ട്. എന്നാൽ ആ ഭയത്തെ, ആ ഒരു പ്രതിസന്ധിയെ എങ്ങനെ വിജയമാക്കി തീർക്കാമെന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ശത്രു സൈന്യം യഹൂദയ്ക്ക് നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ യെഹോശാഫാത്ത് രാജാവ് ഭയപ്പെട്ടു. സത്യത്തിൽ ഈ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു രാജാവാണ് യെഹോശാഫാത്ത്. അദ്ദേഹത്തിന് സൈന്യങ്ങളും അതുപോലെ പടക്കോപ്പുകളും ഒക്കെ യെഹോശാഫാത്തിനുണ്ട്. എന്നിട്ടും രാജാവ് ഭയപ്പെട്ടു പോയി. യെഹോശാഫാത്ത് ഭയപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷേ യെഹോശാഫാത്ത് ഭയന്നോടിയില്ല. പകരം വേദപുസ്തകം പറയുന്നു, അവൻ യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അവന്റെ ഭയം അവനെ ദൈവാശ്രയത്തിലേക്കുള്ള വഴി തെളിക്കുക. എന്ന് രാത്രി പ്രിയ ദൈവവേദലെ, പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മൾ പകച്ചു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ആശ്രയം എവിടെയാണ്? നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ അതോ ഏതെങ്കിലും മനുഷ്യരിലാണോ? നമ്മിലെ ഭയം അത് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നുണ്ടോ? നമ്മെ ആ ഒരു ഭയം ദൈവാശ്രയത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഭയം സ്വാഭാവികമാണ്. എന്നാൽ ആ ഭയം
നിങ്ങളെ എവിടേക്കാണ് നയിക്കുന്നത് എന്നതാണ് പ്രധാനം. ഇവിടെ യഹോശാഫാത്ത് ഭയന്നപ്പോൾ അവൻ പരാതി പറയുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ഒന്നുമല്ല ചെയ്തത്. യഹോശാഫാത്ത് ദൈവമുഖം അന്വേഷിക്കാൻ തീരുമാനിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ കഴിവും പണവും നമ്മുടെ വ്യക്തിബന്ധങ്ങളും ഇൻഫ്ലുവൻസുകളും ഒക്കെ ഉപയോഗിച്ച് അതിനെ നേരിടാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഒരു രാജാവ് തന്റെ സൈന്യത്തിന്റെ ബലത്തിലല്ല, മറിച്ച് താൻ ആശ്രയിക്കുന്ന തന്റെ ദൈവത്തിന്റെ ശക്തിയിലാണ് അവൻ വിശ്വസിച്ചത്, അവൻ ആശ്രയിച്ചത്. അവൻ യഹൂദയിലെങ്ങും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ആശ്രയിക്കാൻ മതിയായവനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രിയരെ, ഒരേ മനസ്സോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇവിടെ യഹോശാഫാത്ത് രാജാവ് ഒരു ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ യഹൂദയിലെ ജനങ്ങൾ വലിയ ഐക്യത്തോടെയാണ് അതിൽ പങ്കാളികളായി ചേർന്നത്. ബൈബിൾ പറയുന്നു, യഹൂദയിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ സഹായം അപേക്ഷിക്കാനായി ഒത്തുകൂടി. സഭ ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചാൽ നമുക്ക് ദൈവമക്കളെ അതിന് കഴിയുന്നുണ്ടോ? വചനം പറയുന്നു, അവർ തങ്ങളുടെ ഭാര്യമാരും മക്കളോടും കുഞ്ഞുങ്ങളോടൊക്കെ കൂടി യഹോവയുടെ സന്നിധിയിൽ നിന്നു. നോക്കൂ, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുകയാണ്. ശത്രുക്കളുടെ വലിയ പടയോട്ടത്തെ നേരിടാൻ അവർ ദൈവത്തിന്റെ അഭയം തേടി. അവർ ഒരുമിച്ച് നിന്നു. ദൈവജനത്തിന്റെ ആ ആത്മീക ഐക്യതയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഭയ്ക്കൊരു പ്രത്യേക വിഷയം വരുമ്പോൾ ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് നിൽക്കാറുണ്ടോ? കുടുംബത്തിൽ ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഒരുമിച്ചൊരു ഉപവാസം ചെയ്യാറുണ്ടോ? ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവജനം ഒരു ഐക്യതയിലേക്ക് കടന്നു വരണം. അത് നമ്മെ വലിയ വിജയത്തിലേക്ക് വഴി നടത്തും. ഒരു കുടുംബത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുവാനിടയായി. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് യഹോശാഫാത്ത് പറയുന്ന ഒരു വാചകമുണ്ട് കേട്ടോ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ പടയോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിയുന്നതുമില്ല. ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്കാകുന്നു. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ഇതാണ് യഥാർത്ഥ വിനയമെന്ന് പറയുന്നത്. എങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവനെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു കഴിവുമില്ല. ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് എപ്പോൾ സമ്മതിക്കുന്നുവോ അപ്പോൾ മുതൽ ദൈവം നമ്മുടെ കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മുടെ ബുദ്ധിയിലും കഴിവിലും ഒക്കെ, ആ ബുദ്ധിയും കഴിവും ഒക്കെ പരാജയപ്പെടുന്ന ഇടത്താണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നത്. ഇവിടെ യഹോശാഫാത്ത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, അവന് ഭയം വന്നപ്പോൾ അവൻ ദൈവമുഖം അന്വേഷിപ്പാൻ തയ്യാറായി. ഒന്നാമതായി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാനുഷിക ബുദ്ധികളെക്കാൾ ദൈവത്തിന്റെ ഇടപെടലാണ് ആവശ്യമെന്നറിഞ്ഞ് ഒരു രാജ്യം മുഴുവൻ ഇവിടെ അങ്ങനെ ഉപവാസത്തിൽ സഹകരിച്ചുകൊണ്ട് ദൈവമുഖം അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടാമതായി, യഹോശാഫാത്ത് തന്റെ പ്രാർത്ഥനയിൽ പരാതികൾക്ക് പകരം ദൈവത്തിന്റെ ആ പഴയകാല അത്ഭുതങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയരെ, നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മൾ പരാതി പറയുന്നവരായി തീരരുത്, നമ്മൾ പിറുവിറുക്കുന്നവരായി തീരരുത്. പിറുവിറുപ്പ് ദൈവം വെറുക്കുന്ന ഒരു സംഗതിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ പിറുവിറുപ്പിന് പകരം, പരാതി പറയുന്നതിന് പകരം ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ ദൈവം നമുക്ക് ജയം തരാൻ ഇടയായി തീരും. മൂന്നാമതായി, ഞങ്ങൾക്കൊന്നിനും കഴിയില്ല.
ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്കാകുന്നുവെന്ന് പറഞ്ഞ് പൂർണ്ണമായി യെഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചു. അതാണ് ദൈവത്തിലുള്ള അവന്റെ ആശ്രയം, പൂർണ്ണമായ ആശ്രയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യെഹോശാഫാത്തിന്റെ ഈ സമർപ്പണത്തിന് മുമ്പിൽ ദൈവശബ്ദം ഇറങ്ങുകയാണ്. വചനം പറയുന്നു, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് യഹസിയേൽ എന്ന ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞു, ഈ വലിയ പടയെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഇന്ന് രാത്രിയിൽ വിഷയങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന പ്രിയ ദൈവ പൈതലേ, യഹോശാഫാത്തിനെ പോലെ ഒന്ന് സമർപ്പിക്കാൻ, ഒന്ന് ഉപവസിപ്പാൻ, ഒരുമനപ്പെടുവാൻ തയ്യാറുണ്ടോ? ദൈവശബ്ദം നിനക്കായി ഇറങ്ങും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ സാക്ഷാൽ ദൈവം തന്നെ നമുക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നിന്റെ വിഷയത്തിന് മുമ്പിൽ ഇറങ്ങി വരാൻ ഇടയായി തീരും. ഇവിടെ ആ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന്റെ പ്രസക്തമായ ഭാഗമൊന്ന് ശ്രദ്ധിച്ചേ. പേടിക്കരുത്, ഭയപ്പെടരുത്. ആ വിഷയത്തിന് മുമ്പിൽ ഭയപ്പെട്ടിരുന്നവരോട് ദൈവം ആദ്യം പറയുന്നത് എന്താ? യഹോശാഫാത്ത് ഭയപ്പെട്ടു എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഭയപ്പെട്ടിരുന്ന യഹോശാഫാത്തിനോട് ദൈവം പറയുന്നത്, ഭയപ്പെടണ്ട, നീ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. അപ്പോൾ ഇവിടെ ആ ഭയമാണ് അവരുടെ വിശ്വാസത്തെ അവിടെ തളർത്തിക്കളയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ദൈവം പറയുന്നത്. ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ യഹോശാഫാത്ത്, യഹൂദ ജനം ഒരുമിച്ച് അവർ സമർപ്പിച്ചു. അവർ യഹോവയുടെ വാക്ക് കേൾക്കാൻ തയ്യാറായി. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു ഹൃദയമാണ് വിജയത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ദൈവശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? ദൈവശബ്ദം നമ്മൾ തിരിച്ചറിയാറുണ്ടോ? പ്രിയരെ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവശബ്ദം നമ്മൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വിജയം, അതിന് വലിയ പ്രത്യേകതകളുണ്ട്. ദൈവശബ്ദം കേട്ടനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായ സാഹചര്യങ്ങളെ, അസാധ്യമായ വഴികളെ ദൈവം തുറക്കാനിടയായിട്ട്. യഹോശാഫാത്തിന് മുമ്പിൽ വലിയൊരു പടയുണ്ടായിരുന്നു. എന്നാൽ ദൈവശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ആ പട അവനൊന്നുമല്ലാതെയായി. ദൈവശബ്ദം കേട്ട് മുന്നേറുന്ന നിന്റെ ആരാധനയെ പോലും ആയുധമാക്കാൻ ദൈവത്തിന് കഴിയും. എന്റെയും നിങ്ങളുടെയും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആ പടയുടെ മുമ്പിൽ ഒരു ഗായക സംഘത്തെ നിർത്തി സ്തുതിക്കുക, അല്ലെങ്കിൽ സ്തുതിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വിഡിത്തമായിട്ട് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ ദൈവശബ്ദം കേട്ടവൻ സ്വന്തം വിവേകത്തിലല്ല ഊന്നിയത്, അവൻ ദൈവത്തിന്റെ ശബ്ദത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് തന്നെ സ്തുതി ഉയരുവാൻ തുടങ്ങിയപ്പോൾ ദൈവം യുദ്ധം ഏറ്റെടുക്കുകയാണ്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതികൾ ഉയരട്ടെ. സ്തുതികൾ ഉയരുമ്പോൾ നിന്നെ തകർക്കാൻ വരുന്ന ശത്രുവിനെതിരെയുള്ള യുദ്ധം ദൈവം ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുത്താൽ നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ തന്നെ നീ ഇപ്പോൾ നേരിടുന്ന സകല പ്രതിസന്ധികൾക്കുമുള്ള വിജയം നീ കാണാനിടയായിത്തീരും. ഇവിടെ യഹോശാഫാത്ത് ആ യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോ ആയുധധാരികളായ സൈനികരെയാണോ മുന്നിൽ നിർത്തിയത്? അല്ല. ആയുധധാരികളായ സൈനികരെ അല്ല യഹോശാഫാത്ത് അവന് മുമ്പിൽ നിർത്തിയത്. പകരം വിശുദ്ധ വസ്ത്രമണിഞ്ഞ ഗായക സംഘത്തെ, അല്ലെങ്കിൽ സ്തുതിക്കുന്നവരെയാണ്. പട മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ പാടിയാർത്തു, യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു യുദ്ധം തുടങ്ങും മുമ്പ് അതിന്റെ വിജയം ഉറപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, പ്രിയരെ, നിന്റെ ജീവയാത്രയിൽ എവിടെയും ദൈവം നിങ്ങൾക്ക് ജയം തരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ജനം പാടാനും സ്തുതിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ദൈവം ശത്രുക്കൾക്കായി കെണിയൊരുക്കി. ശത്രുക്കൾ പരസ്പരം വെട്ടി നശിക്കുകയാണ്. യഹോശാഫാത്തും ജനവും യുദ്ധം ചെയ്തില്ല, അവർ ആയുധമെടുത്തില്ല, അവർ ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ന് രാത്രി നിനക്കെതിരെ പൊരുതുന്ന ശത്രുക്കളോട് നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല.
നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിന് മുമ്പിൽ നീ പകച്ചു നിൽക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ സ്തുതി ഉയരുമ്പോൾ സ്വർഗം ഇറങ്ങി വരും, സാത്താന്റെ കോട്ടകളെ ഇടിച്ചു കളയും, നിനക്ക് മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേട്ട് ചുവട് വെക്കാൻ തയ്യാറുണ്ടോ? ദൈവവൈദ്യരെ വിജയം സുനിശ്ചിതമാണ്. അബ്രഹാമിനെ നോക്കൂ. അബ്രഹാം കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരണത്തോടെ താൻ തന്റെ ജന്മദേശവും പിതൃഭവനത്തെയും തന്റെ ആ ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിറങ്ങി. അബ്രഹാമിന് അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ഒരു നിശ്ചയമില്ല. ദൈവശബ്ദം കേട്ടു, വിട്ടിറങ്ങി. തന്റെ കാഴ്ചയിൽ അല്ല, ആ ദൈവശബ്ദത്തിൽ ആയിരുന്നു അബ്രഹാം വിശ്വസിച്ചത്. ആ വിശ്വാസം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവശബ്ദം കേട്ട് ചുവട് വെക്കാൻ നീ തയ്യാറുണ്ടോ? ദൈവശബ്ദം കേട്ട് ആമീൻ ചുവടുകൾ വെച്ച് നീ മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ മുമ്പിലുള്ള ചെങ്കടൽ രണ്ടായി പിളർന്നു മാറും. നിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എരിഹോം പോലെയുള്ള മതിലുകൾ തകർന്നടിയുവാനിടയായി തീരും. നിന്റെ ഭാവിയെ ചോദ്യം ചെയ്തു നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ അത് സമഭൂമിയായി തീരും. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ദൈവവചനം കേട്ട് അനുസരിക്കാത്തവരുടെ ചരിത്രം കൂടെ നമ്മളൊന്ന് കേട്ടു പോകുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ദൈവശബ്ദത്തിന് കാതോർക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരുടെ അന്ത്യം അത് വളരെ ദയനീയമായിരിക്കും. ശൗലിനെ നോക്കൂ. ശൗലിനോട്, അതെ, ഇസ്രായേൽ രാജാവായ ശൗലിനോട് അമാലേക്യരെയും അവർക്കുള്ളതിനെയും ഒക്കെ പൂർണ്ണമായി നശിപ്പിക്കാൻ ദൈവം അവനോട് കൽപ്പിച്ചു. എന്നാൽ ശൗൽ ആ ദൈവശബ്ദത്തിനപ്പുറമായി തന്റെ ജനത്തിന്റെ ശബ്ദമാണ് കേൾക്കാൻ തയ്യാറായത്. അവൻ പ്രയോറിറ്റി അവൻ ദൈവത്തിനല്ല കൊടുത്തത്, അവന്റെ കൂടെയുള്ള ജനത്തിനാ കൊടുത്തത്. ആ ഒരു പരീക്ഷണത്തിൽ, അവന്റെ പ്രയോറിറ്റിയുടെ പരീക്ഷണത്തിൽ ശൗൽ അവിടെ വീണുപോയി. ജനത്തിന്റെ വാക്ക് കേട്ട് കൊള്ളയിട്ടതിൽ നിന്ന് നല്ല വസ്തുക്കളെ ഒക്കെ ശൗല് കരുതി വെച്ചു. പരിണിത ഫലം വളരെ പരിതാപകരമായിരുന്നു. ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. അവൻ ഇതുവരെ ഉണ്ടായിരുന്ന സകല പദവികളും പ്രതാപങ്ങളും അവന്റെ അനുസരണക്കേടിന് മുമ്പിൽ അവന് നഷ്ടപ്പെട്ടു പോയി. പ്രിയരെ, ദൈവശബ്ദം അവഗണിച്ചവന്റെ അവസ്ഥ വളരെ ദയനീയമായി പോയി. പ്രിയമുള്ളവരെ, ദൈവശബ്ദത്തോട് നാം അനുസരണക്കേട് കാണിക്കരുത്. കാണിച്ചാൽ അത് മുഖാന്തരമുള്ള നഷ്ടങ്ങൾ അത് വലുതായിരിക്കും. യോനയെ നോക്കൂ. നിനവയിൽ പാപം പെരുകിയപ്പോൾ നിനവയിലെ ജനത്തോട് പ്രവചിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു യോന. എന്നാൽ നിനവയിലേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചപ്പോ ദൈവകൽപ്പനയ്ക്ക് വിരോധമായിട്ട് അവൻ തർസീസിലേക്ക് ഓടിപ്പോവുകയാണ്. ദൈവശബ്ദത്തിൽ നിന്ന് ഓടിപ്പോയ യോന ചെന്നെത്തിയത് സമുദ്രത്തിന്റെ ആഴങ്ങളിലും മത്സ്യത്തിന്റെ വയറ്റിലുമാണ്. ദൈവത്തെ അനുസരിക്കാതെ നാം കടന്നു പോകുന്ന നമ്മുടെ യാത്രകൾ പലപ്പോഴും കൊടുങ്കാറ്റിലും പരാജയത്തിന്റെ ആഴങ്ങളിലും ചെന്നവസാനിക്കും. പ്രിയരെ, യോന തർസീസിലേക്കുള്ള കപ്പലിൽ കയറിയപ്പോൾ ദൈവം സമുദ്രത്തിൽ വലിയൊരു കാറ്റയച്ചു. കപ്പൽ തകർന്നു പോകുമാറ് വലിയ കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി. അവർ ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളോട് നിലവിളിക്കാൻ തുടങ്ങി. കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായി അവർ സാധന സാമഗ്രികളെല്ലാം വാരി കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴും ഒന്നും അറിയാതെ ആ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി യോന ശാന്തമായി കിടന്നുറങ്ങുകയായിരുന്നു. ചിലരെങ്ങനെയാണ്? ജീവിതത്തിന് നേരെ വലിയ കൊടുങ്കാറ്റടിച്ചാലും ജീവിതം ആടി ഉലഞ്ഞാലും അവര് ദൈവശബ്ദത്തോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണെന്ന് പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ പലരും ഇങ്ങനെ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. എന്നാൽ നാവികർക്കൊരു സംശയം, ആര് മുഖാന്തരമായിരിക്കും ഇപ്രകാരം ഒരു അനർത്ഥം നമ്മുടെ യാത്രയിൽ ഉണ്ടായത് എന്ന് അവർ പരസ്പരം ചോദിക്കുക, പരസ്പരം അവർ നോക്കുകയാണ്. ഈ കൊടിയ ആപത്ത് ആര് മുഖാന്തരം ഉണ്ടായി എന്നറിയാൻ അവർ ചീട്ടിട്ടു. ആ ചീട്ട് യോനയ്ക്ക് വീണു. അവർ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി അവർ യോനയെ പിടിച്ച് ചോദ്യം ചെയ്തു. അവൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് അവരോട് അവൻ ഏറ്റുപറഞ്ഞു. യോനയുടെ ആവശ്യപ്രകാരം തന്നെ നാവികർ യോനയെ എടുത്ത് കപ്പലിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. കടൽ ശാന്തമായി, കാറ്റടങ്ങി. നമ്മുടെ അനുസരണക്കേട്
ഒരുപക്ഷേ നാം മാത്രമല്ല പ്രിയരെ, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അനുഭവിച്ചതുപോലെ നമ്മുടെ അനുസരണക്കേട് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ഭവനത്തിലുള്ള മറ്റു ഉള്ളവരുടെ ജീവിതം പോലും ഉലയുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി ശൗലിനെ പോലെയോ യോനയെ പോലെയോ അങ്ങനെ അവർ ഈ ആളുകളെ പോലെയാകാതെ ദൈവമുഖം അന്വേഷിച്ച് ദൈവശബ്ദം കേട്ട് വിജയികളായി തീരുന്ന യെഹോശാഫാത്തിനെ പോലെയാകാൻ നമുക്ക് ശ്രമിക്കാം പ്രിയ. പരാജയത്തിന്റെ താഴ്വരകളെ യെഹോശാഫാത്തിന് മുമ്പിൽ അനുഗ്രഹത്തിന്റെ താഴ്വരകളാക്കി തീർന്നത് അവൻ ദൈവശബ്ദം കേട്ട് അനുസരിച്ചത് കൊണ്ടാണ്. ദൈവം അവന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. യെഹോശാഫാത്തും യഹൂദ ജനവും ശത്രുക്കളുടെ സകല നന്മകളും കൊള്ളയിട്ടു. അവരുടെ ശത്രുക്കളുടെ നന്മകളിലെ 3 ദിവസം അവർ അവരെ കൊള്ളയിട്ടുവെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവശബ്ദം അനുസരിച്ച യെഹോശാഫാത്തിനും ജനത്തിനും ദൈവം നൽകിയ ആ വിജയത്തിന്റെ സന്തോഷത്തിൽ അവർ ആ താഴ്വരയിൽ ഒത്തുകൂടി അവർ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആ പരാജയത്തിന്റെ താഴ്വരയെ അവർക്ക് വിജയത്തിന്റെ താഴ്വരയാക്കി ദൈവം മാറ്റി. അതിന്റെ സന്തോഷത്തിൽ അവർ ആ താഴ്വരയ്ക്ക് ബരാഖ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം അനുഗ്രഹത്തിന്റെ താഴ്വരയാണ്. രാത്രിയിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ താഴ്വരകളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ താഴ്വരകളിലേക്ക് ദൈവം കരം പിടിച്ച് നടത്താനിടയായിത്തീരും. നിങ്ങളെ തകർക്കാൻ വരുന്ന ശത്രു ഒരുക്കിയിട്ടുള്ള കെണികളെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന വേദികളാക്കി തമ്പുരാന് മാറ്റാൻ കഴിയും. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ തന്നെ ദൈവം നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ചിരി തരും, നിങ്ങൾക്ക് ദൈവം ഉയർച്ച തരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവം, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ, അല്ലെങ്കിൽ ഈ വചനം ബ്രോഡ്കാസ്റ്റ് ചെയ്തു കഴിഞ്ഞ് കേൾക്കുന്ന അങ്ങയുടെ മക്കൾ ഈ വചനം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവേ, അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്റെ ദൈവം ഇറങ്ങി അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഈ ജനത്തിന് ജയം കൊടുക്കണമെന്ന് അവിടുത്തോട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഈ ജനത്തിന്റെ കാതുകളെ തുറക്കണമേ. അനുസരണക്കേടിന്റെ വഴികൾ ഉപേക്ഷിച്ച് അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് വിജയത്തിലേക്ക് നടക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, അവരുടെ കുടുംബങ്ങളെ, അവർ എവിടെയായിരുന്നാലും കർത്താവെ, അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. അടുത്തൊരു ദിവസം നിങ്ങളുമായി സംവദിക്കാനും പ്രാർത്ഥിക്കാനും വചനം ഷെയർ ചെയ്യാനും ഞാൻ ഓൺലൈൻ വരുന്നതായിരിക്കും. അതുവരെ ദൈവം തന്റെ ചിറകടിയിൽ നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ. ഒരു നല്ല ദിനം